ഈ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലൂടെ ഒരു 55 കിലോമീറ്റർ വന്യതയുടെ വിസ്മയങ്ങൾ കണ്ടുള്ള യാത്ര, അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ്. ചെറിയ ഒരു ഭയവും ഒരു ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഈ 55 കിലോമീറ്റർ വനയാത്ര, അത് ചെന്നെത്തുന്നത് മലയ്ക്കപ്പാറ വാൽപ്പാറ മേഖലയിലേക്കാണ്. അത് തേയിലത്തോട്ടങ്ങളും കാടുകളും മലകളും എല്ലാം നിറഞ്ഞ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകത്തേക്കാണ് ആ യാത്ര നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. നമ്മൾ ഈ മൂന്നാർ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം തന്നെയാണ് ഈ വാൽപ്പാറ മേഖലയിലും നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, മൂന്നാറിലൂടെയുള്ള റോഡിലൂടെയുള്ള ഒരു തിക്കും തിരക്കും പ്രശ്നമൊന്നും ഈ റൂട്ടിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെയധികം ആസ്വദിച്ച് തന്നെ നമുക്ക് ഈ യാത്ര എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വാൽപ്പാറയിൽ ചെന്നാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിൻ്റാണ് നല്ലമുടി. അതായത് വാൽപ്പാറയിൽ നിന്നും മുടീസ് റൂട്ടിൽ നല്ല തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താം. ഇവിടെ 50 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് ഉള്ളത്. മാത്രമല്ല, ഇത് 9 മണി, രാവിലെ 9 മുതൽ 4 വരെയാണ് ഇതിൻ്റെ പ്രവേശന സമയം. ഇവിടെ നല്ല മഞ്ഞുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത്. ആ വണ്ടി അവിടെ നിർത്തി പിന്നെ നമുക്കൊരു 300 മീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചിട്ട് വേണം ഈ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. ഇതാണ് നമ്മുടെ നല്ലമുടി വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്നാൽ കാണുന്ന കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്. മലമുടക്കുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ നിറഞ്ഞ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വ്യൂ പോയിന്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ മഞ്ഞായതുകൊണ്ട് തന്നെ ഞാൻ ചെന്നത് വർക്കിംഗ് ഡേയിലാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. മാത്രമല്ല, നല്ല തണുപ്പുള്ള ഒരു സമയമാണ്. രാവിലെ 9 മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. വാൽപ്പാറ ടൗണിൽ നല്ലോണം ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മുമ്പ് 2-3 ടീമുകൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വാൽപ്പാറയിൽ നിന്നും മേടിച്ച് കൈ കരുതുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ സാധിക്കും. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. മലകൾക്കിടയിൽ ഒളിച്ചു നിൽക്കുന്ന, അതായത് പതുങ്ങി നിൽക്കുന്ന മേഘങ്ങൾ കണ്ടാൽ അറിയാം നമ്മൾ എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി വാൽപ്പാറയിൽ വരുന്നവർ മറക്കാതെ ഈ നല്ലമുടി വ്യൂ പോയിന്റ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. രാവിലെ 9 മണിക്ക് തന്നെ അവിടെ പരമാവധി എത്താൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ആ ഒരു തണുപ്പും മഞ്ഞും എല്ലാം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ.